നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗ്രൂപ്പ് എയിലെ തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ UAE 9 വിക്കറ്റിനാണ് സൂര്യകുമാർ യാദവും സംഘവും നാണം കെടുത്തിയത്. ആദ്യം ബൌളിംഗിലും പിന്നീട് ബാറ്റിംഗിലുമൊന്നും ഇന്ത്യക്ക് പറ്റിയ എതിരാളികളായിരുന്നില്ല UAE. ഇനി ഇന്ത്യയെ കാത്തിരിക്കുന്നത് ബദ്ധവൈരികളായ പാകിസ്ഥാനാണ്. ഞായറാഴ്ച രാത്രി ദുബായിലാണ് ലോകം ഉറ്റുനോക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം. UAEക്കെതിരെ ആധികാരികമായി ജയിച്ച ടീമിൽ ഇന്ത്യ ഒരു മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ സ്പിന്നർ മുരളി കാർത്തിക്. UAEക്കെതിരെ ഒട്ടും വെല്ലുവിളിയില്ലാതെ വളരെ അനായാസം ജയിച്ചു കയറിയെങ്കിലും അതേ പ്ലേയിംഗ് 11 പാകിസ്ഥാനെതിരെയും നിലനിർത്തുന്നതിനോട് യോജിപ്പില്ലെന്നാണ് മുരളി കാർത്തിക്കിന്റെ അഭിപ്രായം. സീം ബൌളിംഗ് ഓൾറൗണ്ടറായ ശിവം ദുബൈക്കു പകരം ഇടങ്കയ്യൻ ഫാസ്റ്റ് ബൌളർ അർഷ്ദീപ് സിംഗിനെ പ്ലേയിംഗ് 11ലേക്ക് ഇന്ത്യ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞാൻ ശിവം ദുബൈയെ ഒഴിവാക്കി അർഷ്ദീപ് സിംഗിനെ ഇന്ത്യൻ 11ലേക്ക് കൊണ്ടുവരും. കാരണം അക്ഷർ പട്ടേലിന് നിങ്ങൾക്ക് രണ്ടും നൽകാൻ സാധിക്കും. അവന് ഫ്ലോട്ടറാകാനും സീം ബൌളിംഗിനെതിരെ കളിക്കാനുമെല്ലാം സാധിക്കും. ശിവം ദുബൈയെ പ്രധാനമായും സ്പിന്നർമാർക്കെതിരെ മാത്രം കളിപ്പിക്കുകയാണെങ്കിൽ അത് വെറുതെയാവും. മറിച്ച് അർഷ്ദീപിനെ എടുത്താൽ ഒരു ബാറ്റർ കുറയുമെങ്കിലും ഉത്തരവാദിത്വം കൂടും. മാത്രമല്ല നിങ്ങൾക്ക് വളരെ മികച്ചൊരു ബൌളിംഗ് ലൈനപ്പ് ലഭിക്കുകയും ചെയ്യുമെന്നും കാർത്തിക് വിലയിരുത്തി. UAEയുമായുള്ള മത്സരശേഷം ക്രിക്ബസിന്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പ്രധാനമായും ബാറ്റിംഗിന്റെ പേരിലാണ് ദുബൈയെ UAEക്കെതിരെ കളിപ്പിച്ചതെങ്കിലും ബൌളിംഗിൽ സർപ്രൈസ് പ്രകടനത്തിലൂടെ അദ്ദേഹം ഞെട്ടിച്ചു. മധ്യ ഓവറുകളിലാണ് ദുബൈക്ക് ബൌളിംഗിന് നറുക്കുവീണത്. 2 ഓവറിൽ 4 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ അദ്ദേഹം പോക്കറ്റിലാക്കുകയും ചെയ്തു. 4 വിക്കറ്റുകൾ പിഴുത കുൽദീപ് യാദവിനെ മാറ്റി നിർത്തിയാൽ ഏറ്റവും മികച്ച ബൌളിംഗ് കാഴ്ചവെച്ചതും ദുബൈയാണ്. ഏഷ്യ കപ്പിലെ ആദ്യ കളിയിൽ ടോസ് ലഭിച്ച ശേഷം ബൌളിംഗ് തിരഞ്ഞെടുക്കാനുള്ള ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ തീരുമാനത്തെ മുരളി കാർത്തിക് പ്രശംസിക്കുകയും ചെയ്തു. വിവിധ ഫോർമാറ്റുകളിലായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി 15 ടോസുകൾ കൈവിട്ടതിനു ശേഷമാണ് ഇന്ത്യക്കൊടുവിൽ ടോസ് ഭാഗ്യമെത്തിയത്. UAE പോലെ ഒരു ടീമിനെതിരെ ഒട്ടും കരുണയില്ലാത്ത ആക്രമണാത്മക ക്രിക്കറ്റ് കളിക്കാനായിരിക്കും ഇന്ത്യ ആഗ്രഹിച്ചതെന്നും കാർത്തിക് കൂട്ടിച്ചേർത്തു.